മാസ്റ്റർ കീ അക്കാഡമിയുടെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ലീനിയർ ഡാറ്റ സ്ട്രക്ചറായ സ്റ്റാക്കിനെ കുറിച്ചാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലെ ലൈവ് സെഷനിലെല്ലാം നമ്മൾ മറ്റൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറായ ലിങ്ക്ഡ് ലിസ്റ്റിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുകയുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് വരുന്നത് സ്റ്റാക്കിലാണ്. നമ്മൾ ആദ്യ ക്ലാസ്സിലെ ഡാറ്റ സ്ട്രക്ചറിന്റെ ആദ്യത്തെ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ബേസിക്കലി ഡാറ്റ സ്ട്രക്ചേഴ്സിന് നമ്മൾ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു. ബേസിക്കലി ഡാറ്റ സ്ട്രക്ചേഴ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്യുന്നു. ഒന്ന് ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നും രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ നോൺ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നുമാണ്. അതിനകത്ത് വരുന്ന ലീനിയർ ഡാറ്റ സ്ട്രക്ചർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഡാറ്റ സ്ട്രക്ചറുകളിൽ ആദ്യം വരുന്നത് ലിങ്ക്ഡ് ലിസ്റ്റ് ആണ്. രണ്ടാമത് സ്റ്റാക്ക് വരുന്നു. ദെൻ നമുക്ക് ക്യൂ ഉണ്ട്. ക്യൂവിന്റെ തന്നെ പല വേരിയൻസ് അല്ലെ. നമുക്കറിയാം ഡബിൾ എൻഡഡ് ക്യൂ ഉണ്ടായിരുന്നു, പ്രയോറിറ്റി ക്യൂ ഉണ്ടായിരുന്നു, സർക്കുലർ ക്യൂ ഉണ്ട്. അപ്പൊ അങ്ങനെ ഡിഫറെന്റ് വെറൈറ്റീസ് ഓഫ് ലീനിയർ ഡാറ്റ സ്ട്രക്ചേഴ്സ് നമുക്ക് പഠിക്കാനുണ്ട്. അതായത് രണ്ടാമത്തെ കാറ്റഗറിയാണ് നമ്മൾ പറയുന്ന സ്റ്റാക്ക് എന്ന് വിളിക്കുന്ന ഡാറ്റ സ്ട്രക്ചർ. നോൺ ലീനിയർ എന്നുള്ള സെക്ഷനിലേക്ക് വരുമ്പോൾ നമ്മൾ ട്രീയും ഗ്രാഫും അതുപോലെ ആ ഗ്രാഫിനുള്ള ട്രാവേഴ്സൽ മെക്കാനിസംസ്, ട്രീയുടെ ട്രാവേഴ്സൽ മെക്കാനിസംസ് എല്ലാം നമ്മൾ പഠിക്കും. ഇന്ന് നമ്മൾ പറയുന്നത് സ്റ്റാക്ക് എന്നുള്ള ഡാറ്റ സ്ട്രക്ചറിനെ കുറിച്ചാണ്. എന്താണ് സ്റ്റാക്ക്? സ്റ്റാക്ക് ഈസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ അല്ലെ. എന്താണ് സ്റ്റാക്കിനകത്ത് സംഭവിക്കുന്നത്? ഇസ് എ ലീനിയർ ഡാറ്റ സ്ട്രക്ചർ. ഇവിടെ ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് നമ്മൾ ഒരു അറേ ഉപയോഗിച്ച് അറേ റെപ്രസെന്റേഷനിലോ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷനോ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഇവിടെ ഡാറ്റ സ്റ്റോറേജ് മെക്കാനിസം അല്ലെങ്കിൽ ഡാറ്റ റിട്രീവ് ചെയ്യുന്ന മെത്തഡോളജിയെ ലിഫോ എന്നാണ് വിളിക്കുന്നത്. എന്താണ് ലിഫോ? ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ് ലിഫോ എന്നുള്ള മെക്കാനിസത്തിന്റെ പ്രത്യേകത. നമ്മൾ വിളിക്കുന്നത് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്ന ലിഫോ. എന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? എങ്ങനെ ഒരു ഡാറ്റ നമുക്ക് പുതിയതായി ഇൻസേർട്ട് ചെയ്യാം, പുതിയതായി എങ്ങനെ അവിടെ കിടക്കുന്ന ഒരു സ്റ്റാക്കിൽ ഒരു മെമ്മറിയിൽ കിടക്കുന്ന ഡാറ്റ എങ്ങനെ നമുക്ക് റിട്രീവ് ചെയ്യാം എന്നുള്ള കോൺസെപ്റ്റ് ആണ് നമ്മൾ സ്റ്റാക്ക് എന്നും ക്യൂ എന്നുമുള്ള ഡാറ്റ സ്ട്രക്ചറിലേക്ക് വരുമ്പോൾ നമ്മൾ അവിടെ കൂടുതൽ നമ്മൾ അവിടെ വിശകലനം ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ലിഫോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. എന്താണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്? നമുക്ക് എക്സാമ്പിൾ പറയാനാണെങ്കിൽ നമ്മളൊരു ടേബിളിന്റെ പുറത്ത് കുറെ പ്ലേറ്റ്സ് അടുക്കി വെച്ചിട്ടുണ്ട്. ഒന്നിന് മേളിൽ ഒന്നായിട്ട് പ്ലേറ്റുകൾ അടുക്കി വെച്ചിട്ടുണ്ടെന്നിരിക്കട്ടെ. നമുക്ക് എപ്പോഴും ചിന്തിക്കുക, നമ്മൾ ഏത് പ്ലേറ്റ് ആയിരിക്കും ആദ്യം എടുക്കുന്നത്? ഏറ്റവും മേളിലിരിക്കുന്ന പ്ലേറ്റ്. ആ മേളിലിരിക്കുന്ന പ്ലേറ്റ് എന്താ? ഏറ്റവും അവസാനം നമ്മൾ വെച്ച പ്ലേറ്റ് ആണ് ഏറ്റവും ആദ്യം നമ്മൾ തിരിച്ചെടുക്കുന്നത് അല്ലെ. അതാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ സ്റ്റാക്ക് വർക്ക് ചെയ്യുന്ന മെക്കാനിസത്തിന്റെ പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. ഇതേപോലെ വേറൊരു മെക്കാനിസം ഉണ്ട്. അത് സ്റ്റാക്കിലല്ല, ക്യൂവിൽ ആപ്ലിക്കബിൾ ആണ്. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. നമ്മൾ ഏതെങ്കിലും ഒരു ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട്, ട്രെയിൻ ടിക്കറ്റ് എടുക്കാനായിട്ട് റെയിൽവേ സ്റ്റേഷന്റെ ടിക്കറ്റ് കൗണ്ടറിൽ പോയി നിന്നാൽ നമ്മൾ എങ്ങനെയാണ്? നമ്മൾ ഓരോരുത്തരും ഒന്നിന് പുറകെ ഒന്നായിട്ട് വന്ന ക്യൂവിൽ ജോയിൻ ചെയ്യും. ഏറ്റവും ആദ്യം ജോയിൻ ചെയ്ത ആളായിരിക്കും ടിക്കറ്റ് എടുത്ത ശേഷം ആദ്യം പുറത്തേക്ക് വരുന്നത് അല്ലെ. അത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട്. അത് ക്യൂവിലാണ് വരുന്നത്. സ്റ്റാക്കിലേക്ക് വരുമ്പോൾ നമ്മുടെ മെക്കാനിസത്തിന്റെ പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്നത് ലിഫോ എന്ന് വിളിക്കുന്ന. അതായത് ലാസ്റ്റ് വെച്ച ഡാറ്റയാണ്, ലാസ്റ്റ് സ്റ്റോർ ചെയ്ത ഡാറ്റയാണ്, ലാസ്റ്റ് ഇൻസേർട്ട് ചെയ്ത ഡാറ്റയാണ് നമ്മൾ ആദ്യമായിട്ട് പുറത്തേക്ക് ഔട്ട്പുട്ട് ചെയ്യുന്നത്, റിട്രീവ് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ഉള്ള ഒരു മെക്കാനിസത്തെയാണ് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് വിളിക്കുന്നത് ലിഫോ. സ്റ്റാക്ക് എന്ന് പറയുന്ന ഒരു ഡാറ്റ സ്ട്രക്ചർ ആണ്. ആ ഡാറ്റ സ്ട്രക്ചറിന്റെ പേര് പ്രത്യേകത അതൊരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. അത് വർക്ക് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേര് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. ഇവിടെ എന്താ പറയുന്നത്? The implies that the elements that is inserted last comes out first. ഞാനൊരു ചെറിയൊരു സ്റ്റാക്കിന്റെ റെപ്രസെന്റേഷൻ നമ്മുടെ സ്ക്രീനിൽ വരച്ചിട്ടുണ്ട്. സ്റ്റാക്കിന്റെ പ്രത്യേകത, സ്റ്റാക്കിൽ ഒരു എലമെന്റ് ഉണ്ട്. ഈ എലമെന്റിനെ വിളിക്കുന്ന പേര് ടോപ്പ് എന്നാണ്. സ്റ്റാക്കിന്റെ എലമെന്റിനെ വിളിക്കുന്ന പേര് ടോപ്പ് എന്നാണ്. ടോപ്പ് എന്ന എലമെന്റ് എന്ന പൊസിഷൻ. എന്താണ് ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക്? ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഇപ്പൊ നമ്മൾക്ക് സ്റ്റാക്കിൽ കുറെ വാല്യൂസ് ഉണ്ടെങ്കിൽ ആ വാല്യൂസ് എല്ലാം സ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ഏറ്റവും അവസാനത്തെ വാല്യൂ ഇരിക്കുന്ന പൊസിഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. എൻ്റെ കയ്യിലൊരു സ്റ്റാക്ക് ഉണ്ട് 8 7 9 6 എന്നാണെന്നിരിക്കട്ടെ. 8 7 9 6 എന്ന് പറഞ്ഞൊരു സെറ്റ് ഓഫ് വാല്യൂസ് ഞാൻ സ്റ്റാക്കിനകത്ത് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ കണ്ടോ, ഏറ്റവും ലാസ്റ്റ് പൊസിഷൻ ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഏറ്റവും അവസാനം ഇൻസെർട്ട് ചെയ്ത പൊസിഷൻ ആണ് ടോപ്പ്. ഈ പൊസിഷനെയാണ് ഏറ്റവും അവസാനമായി ഇൻസേർഷൻ നടന്ന ആ ഇൻഡെക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ടോപ്പ് എന്നാണ് വിളിക്കുന്നത്. നമ്മളൊരു അറേ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു ലിങ്ക്ഡ് ലിസ്റ്റ് ഉപയോഗിച്ചോ നമുക്ക് ഒരു സ്റ്റാക്കിനെ ഇംപ്ലിമെന്റ് ചെയ്യാം.
നമ്മൾ ഈ ഇംപ്ലിമെന്റേഷൻ നമ്മൾ ഇതിനു മുമ്പ് അല്ലെങ്കിൽ ലിങ്ക് ലിസ്റ്റ് എന്താണെന്നുള്ളതും അറേ എന്താണെന്നുള്ള പ്രീവിയസ് വീഡിയോസിലും ലൈവ് സെഷൻസിലും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. ഞാനിവിടെ ഇൻഡെക്സുകൾ നമ്മൾ പഠിച്ച അറേയുടെ ഇംപ്ലിമെന്റേഷൻ ആണെങ്കിൽ നമുക്ക് ഇൻഡെക്സുകളുണ്ട്. 0 1 2 3 4 എന്നൊക്കെ പറഞ്ഞ ഇൻഡെക്സ് പോകുന്നുണ്ട്. ഇവിടെ കണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ടോപ്പ് എന്ന് പറയുന്ന ഏത് ഇൻഡെക്സിലായിരിക്കുന്നത്? 3യിലാണ്. ആ ടോപ്പ് എന്നുള്ള പൊസിഷൻ ഇരിക്കുന്ന വാല്യൂ ഏതാ? 6 ആണ്. എന്താ 6ന്റെ പ്രത്യേകത? ഈ എലമെന്റ് ആണ് ഏറ്റവും അവസാനമായി നമ്മൾ ഇൻസേർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഒരു സ്റ്റാക്കിന്റെ പ്രത്യേകതയാണ് what do you mean by top of a stack? Top of a stack represents the position where the insertion or the operation happened very soon, അല്ലെ? or the recently happened. അതായത് എപ്പോഴും വളരെ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ നടന്ന അല്ലെങ്കിൽ നടക്കുന്ന സ്ഥലത്തെയാണ്, അതായത് ഇൻസേർഷനോ ഡിലീഷനോ നടന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, അല്ലെങ്കിൽ ഏറ്റവും ലാസ്റ്റ് ഇൻസേർട്ടഡ് എലമെന്റ് ഇരിക്കുന്ന സ്ഥലത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ടോപ്പ് ഓഫ് ദ സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്. അതായത് നമ്മൾ കുറെ എലമെന്റ്സ് ഇൻപുട്ട് ചെയ്തു, അതിനകത്ത് ഏറ്റവും അവസാനം ഇരിക്കുന്ന എലമെന്റ് ആണ്, അതിരിക്കുന്ന സ്ഥലമാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാക്കിന്റെ ടോപ്പ് എന്ന് വിളിക്കുന്നത്, അല്ലെ? അപ്പം ടോപ്പ് നമ്മൾ പഠിച്ചു. ഈ സ്റ്റാക്കിലേക്ക് നമ്മൾ ബേസിക്കലി 3 ഓപ്പറേഷൻസ് നമ്മൾ പറയാറുണ്ട്. സ്റ്റാക്കിലേക്ക് ഒരു പുതിയൊരു ഐറ്റം ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ, സ്റ്റാക്കിലേക്ക് ഒരു പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യുകയാണെങ്കിൽ ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ്, ആ സ്റ്റെപ്പിനെ വിളിക്കുന്ന പേരാണ് പുഷ് എന്നാണ് വിളിക്കുന്നത്. പുഷ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം നമ്മൾ പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്തതിനെ വിളിക്കുന്ന പേരാണ് പുഷ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഞാൻ എക്സാമ്പിള് നമുക്ക് എങ്ങനെ ഇൻസേർട്ട് ചെയ്യാം? പുതിയൊരു ഐറ്റം നമ്മൾ സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്താൽ, നമ്മളൊരു പുതിയ ഐറ്റം സ്റ്റാക്കിലേക്ക് ഇൻസേർട്ട് ചെയ്യും. ഫോർ എക്സാമ്പിൾ ഞാൻ 5 അല്ലെങ്കിൽ 5 എന്ന് പറയുന്നൊരു വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്നു. കണ്ടോ, അത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ് എന്റെ ടോപ്പ്. എന്ത് ചെയ്യണം? ടോപ്പ് ഇപ്പൊ നിന്ന പൊസിഷനിൽ നിന്ന് ഒരു പൊസിഷൻ മുകളിലേക്ക് അല്ലെങ്കിൽ അടുത്ത പൊസിഷനിലേക്ക് ജമ്പ് ചെയ്ത് ഇൻക്രിമെന്റ് ചെയ്ത ശേഷം ആ പൊസിഷനിൽ ഞാൻ പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യണം, അല്ലെ? അങ്ങനെയാണെങ്കിൽ നോക്കിയേ, ഇതാണ് ടോപ്പ്. ഈ ടോപ്പിലേക്ക് പുതിയ വാല്യൂ ഇൻസേർട്ട് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് എന്താണ് പറയുന്നത്? പുഷ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ നമ്മൾ തുടങ്ങിയത് എന്താണ് സ്റ്റാക്ക് എന്ന് പറഞ്ഞാണ്. സ്റ്റാക്ക് എന്ന് പറഞ്ഞാൽ ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചർ ആണ്. എന്താണ് ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിന്റെ പ്രത്യേകത? ഇത് വർക്ക് ചെയ്യുന്നത് ലിഫോ എന്ന് പറയുന്ന ഒരു മെക്കാനിസം യൂസ് ചെയ്തിട്ടാണ്. എന്താണ് ലിഫോ? ലിഫോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നാണ്. അത് ഏറ്റവും അവസാനമായി ഇൻസേർട്ട് ചെയ്ത എലമെന്റ് ആയിരിക്കും ഏറ്റവും ആദ്യമായിട്ട് നമ്മൾ പുറത്തേക്ക് റിട്രീവ് ചെയ്യുന്നത്. അപ്പൊ എന്താണ് ഒരു സ്റ്റാക്കിൽ നിന്ന് ഐറ്റം റിമൂവ് ചെയ്യാൻ അല്ലെങ്കിൽ ഡിലീറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ റിട്രീവ് ചെയ്യാൻ നമ്മൾ എന്താണ് യൂസ് ചെയ്യുന്നത്? ആ മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് പോപ്പ് എന്നാണ് വിളിക്കുന്നത്. സ്റ്റാക്കിൽ നിന്നും ഒരു ഐറ്റം റിട്രീവ് ചെയ്യുന്ന മെക്കാനിസത്തെ വിളിക്കുന്ന പേരാണ് പോപ്പ് എന്നാണ് വിളിക്കുന്നത്. അപ്പൊ എന്താണ്? ഇൻസേർഷനെ വിളിക്കുന്ന പേര് പുഷ് എന്നും ഡിലീഷനെ വിളിക്കുന്ന പേര് പോപ്പ് എന്നുമാണ്. അപ്പൊ നമുക്കൊരു എലമെന്റ് ഡിലീറ്റ് ചെയ്ത് നോക്കാം. എങ്ങനെ ഡിലീറ്റ് ചെയ്യാം? ഈ ടോപ്പിന്റെ വാല്യൂ എന്ത് ചെയ്യണം? ഒരു പൊസിഷൻ താഴേക്ക് മാറും. അപ്പൊ നമ്മൾ പറഞ്ഞു ഒരു സ്റ്റാക്ക് എന്ന് പറയുന്നത് എവിടുന്ന് എവിടം വരെയാണ്? അതിന്റെ സീറോത്ത് ഇൻഡെക്സ് മുതൽ എവിടം വരെയാണ്? ടോപ്പ് വരെയുള്ള എലമെന്റ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സ്റ്റാക്ക് എന്ന് വിളിക്കുന്നത്, അല്ലെ? ഒരു സ്റ്റാക്കിന്റെ ഏറ്റവും അവസാനം ഇൻസേർട്ട് ചെയ്ത എലമെന്റ് എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് ടോപ്പ് ഉപയോഗിച്ചിട്ടായിരിക്കും. പുഷ് എന്ന് പറയുന്നത് സ്റ്റാക്കിലേക്ക് ഒരു പുതിയ ഐറ്റം ഇൻസേർട്ട് ചെയ്യുന്ന മെക്കാനിസത്തെ പുഷ് എന്നും, സ്റ്റാക്കിൽ നിന്നൊരു ഐറ്റം റിട്രീവ് ചെയ്യുന്ന മെക്കാനിസത്തെ നമ്മൾ എന്ത് വിളിക്കുന്നു? പോപ്പ് എന്നും വിളിക്കുന്നു. എപ്പോഴും ഏറ്റവും ടോപ്പ് പൊസിഷൻ ഇരിക്കുന്ന വാല്യൂ ആയിരിക്കും നമ്മൾ റിട്രീവ് ചെയ്യുന്നത്. ഇത് ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമുക്കൊരു അതിനകത്ത് നമ്മൾ കോംപ്ലക്സിറ്റി, അൽഗോരിതം കോംപ്ലക്സിറ്റിയിലേക്ക് വരുമ്പോൾ എപ്പോഴും ഓർക്കുക, നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, അൽഗോരിതത്തിന്റെ കോംപ്ലക്സിറ്റി എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമുക്കറിയാം 3 കേസുകളുണ്ടല്ലോ, വേഴ്സ്റ്റ് കേസ്, ബെസ്റ്റ് കേസ് ആൻഡ് ആവറേജ് കേസ്. എന്താണ് ബെസ്റ്റ് കേസ്? ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് നടക്കുന്നതാണ് ബെസ്റ്റ് കേസ്. എന്താണ് വേഴ്സ്റ്റ് കേസ്? ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നതാണ് വേഴ്സ്റ്റ് കേസ്, അല്ലെ? ആവറേജ് കേസും കൂടെ ഉണ്ട്. നമ്മളിവിടെ ഒരു ഐറ്റം പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാം, ടോപ്പ് പൊസിഷൻ അറിഞ്ഞാൽ മതി, അല്ലെ? ടോപ്പ് പൊസിഷന്റെ വാല്യൂ അറിയാമെങ്കിൽ ടോപ്പ് ഒന്ന് ഇൻക്രിമെന്റ് ചെയ്ത ശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഐറ്റം ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ടോപ്പ് എന്താന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഇൻസേർഷൻ പോസിബിൾ ആണ്. അതുപോലെ റിമൂവ് ചെയ്യണമെങ്കിൽ, അതായത് പോപ്പ് ചെയ്യണമെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ടോപ്പ് അറിയാമെങ്കിൽ ടോപ്പ് എന്നുള്ള വാല്യൂ റിമൂവ് ചെയ്യാം. അപ്പൊ ഈസി ആയിട്ട് നമുക്ക് ഒരു ഐറ്റത്തെ ഇൻസേർട്ട് ചെയ്യാനും അതിന് ഡിലീറ്റ് ചെയ്യാനും പറ്റും. അതിന് കോൺസ്റ്റന്റ് ടൈമാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻ ദ കേസ് ഓഫ് സ്റ്റാക്ക്, ഇൻസേർഷൻ ആൻഡ് ഡിലീഷൻ ടേക്സ് പ്ലേസ് ബിഗ് O ഓഫ് 1 ടൈം. 1 എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് ഒരു കോൺസ്റ്റന്റ് ടൈം ആണ് എന്നാണ്. എന്തിനുള്ള കോൺസ്റ്റന്റ് ടൈം ആണ്? ഇൻസേർഷൻ ഓപ്പറേഷനും ഡിലീഷൻ ഓപ്പറേഷനും സ്റ്റാക്കിൽ നടക്കുന്നത്
ഒരു കോൺസ്റ്റന്റ് ഫിക്സഡ് ടൈം ഉപയോഗിച്ചാണ്. അപ്പൊ അതിന്റെ കോംപ്ലക്സിറ്റി എന്താണ്? സ്ഥിരം ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓപ്പറേഷൻസ് ക്യാൻ ബി ഡൺ ഇൻ എ ബിഗ് ഓഫ് 1 ടൈം. ബിഗ് ഒ എന്നാണ് ഈ റെപ്രസെന്റേഷൻ ഉപയോഗിക്കുന്നത്. ബിഗ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഒരു കോൺസ്റ്റന്റ് ടൈം എടുക്കുക, എപ്പോഴും ഫിക്സഡ് ടൈം ആയിരിക്കും എന്നാണ് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഈ പുഷ് ഓപ്പറേഷനും പോപ്പ് ഓപ്പറേഷനും. എത്ര സമയം മതി? ഒരു ഫിക്സഡ് ടൈം കൊണ്ട് നടക്കും. അതിന്റെ കോംപ്ലക്സിറ്റി ബിഗ് ഒ ഓഫ് 1. ബിഗ് ഒ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇതിനെ ബിഗ് ഒ എന്നാണ് വിളിക്കുന്നത്. നമ്മൾ സ്റ്റാക്കിന്റെ ആദ്യത്തെ കോൺസെപ്റ്റ് പറഞ്ഞു. ദെൻ നമ്മൾ മുന്നോട്ട് പോകുന്നത് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യനിലേക്കാണ്. ഞാനൊരു ക്വസ്റ്റ്യൻ പ്രീവിയസ് ആണെങ്കിൽ ഞാൻ എടുത്ത ഒരു വെബ്സൈറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് തന്നെ ഇത് ബാക്ക്ഗ്രൗണ്ട് സ്ക്രീൻ നമുക്ക് കാണാം. ദെൻ ലിഫോ ഓർഡർ ഈസ് യൂസ് ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സ്ട്രക്ചർ. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, പക്ഷേ കേരള PSC ചോദിച്ച ക്വസ്റ്റ്യൻ അല്ല. മറ്റൊരു കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന്, നമ്മുടെ സെൻട്രൽ ഗവൺമെന്റ് ഒരു കോമ്പറ്റേറ്റീവ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡാറ്റ സ്ട്രക്ചർ യൂസസ് ലിഫോ ഓർഡർ. ഓക്കെ, നമ്മൾ പഠിച്ചാണ് ലിഫോ ഓർഡർ യൂസ് ചെയ്യുന്ന ആരാണ്? സ്റ്റാക്ക് ആണ് അല്ലെ. ഇത് ബാക്കിയുള്ളവരെല്ലാം നമ്മൾ ക്യൂ പറഞ്ഞു. ക്യൂവിന്റെ നേരത്തെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, ക്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇനി അടുത്ത എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആണ്. ക്യൂവിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ഫിഫോ എന്ന് പറയുന്ന മെക്കാനിസം. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ പ്രത്യേകത അങ്ങനെ നമുക്ക് പ്രത്യേകിച്ച് ഒരു മാനറില്ല. യു ക്യാൻ ഡിലീറ്റ് ഇറ്റ് ഫ്രം എനിവെയർ. അതുകൊണ്ട് തന്നെ യു ക്യാൻ ഡിലീറ്റ് ഫ്രം എ ഫ്രണ്ട്, ഫ്രം ദ ബിഗിനിങ്, ഫ്രം ദ എൻഡ് ആൻഡ് ഓൾസോ ഇൻ ദ മിഡിൽ. അതുകൊണ്ട് തന്നെ നമ്മളിത് കഴിഞ്ഞ ലൈവ് സെഷനിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് ഇൻസേർഷന് പ്രത്യേകിച്ച് ഒരു മാനർ ഇല്ല. ക്യൂ എന്ന് പറയുന്നത് ഒരു ഫിഫോ എന്ന് വിളിക്കുന്ന മാനർ, ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് വർക്ക് ചെയ്യുന്ന മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. സ്റ്റാക്ക് ലാസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്നുള്ള മാനറിലാണ് വർക്ക് ചെയ്യുന്നത്. ദെൻ ട്രീക്കും പ്രത്യേകിച്ച് ഒരു ഓർഡർ അല്ലെങ്കിൽ ഇതുപോലൊരു ഡിലീഷൻ ഇൻസേർഷൻ ഓർഡർ ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഈ ക്വസ്റ്റ്യൻ ആൻസർ സ്റ്റാക്ക്. ഓക്കെ, ഞാനിവിടെ സ്റ്റാക്കിന്റെ ലിങ്ക്ഡ് ലിസ്റ്റ് റെപ്രസെന്റേഷൻ ആണ് ഞാനിവിടെ പറയാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിത് സ്റ്റാക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ലിങ്ക്ഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് എന്തുണ്ടാവും? നോട്ട്സ് ഉണ്ടാവും അല്ലെ. നോട്ട്സിനകത്ത് എന്തെല്ലാം പാർട്ടുണ്ട്? നോഡിന് 2 ഭാഗമുണ്ട്. നമുക്ക് ഓരോ നോഡ് വരയ്ക്കാം. ഈ നോഡിന് 2 ഭാഗം ഉണ്ടാവും. ഏതൊക്കെയാ 2 ഭാഗങ്ങൾ? ഒരു ഡാറ്റ പാർട്ടും ഉണ്ടാകും, പിന്നെ അടുത്ത നോഡിലേക്കുള്ള അഡ്രസ്സും ഉണ്ടാവും. അതിനെ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്നോ ലിങ്ക് എന്നോ ഒക്കെ വിളിക്കാം. ഞാനിപ്പോ നെക്സ്റ്റ് എന്ന് വിളിച്ചു. അപ്പൊ ഈ ഡാറ്റയും അതുകൊണ്ട് സ്റ്റോർ ചെയ്യാൻ ആവശ്യമായ ഡാറ്റയും നെക്സ്റ്റ് എന്ന് പറയുന്ന അടുത്ത ലൊക്കേഷനിലേക്ക് അല്ലെ അടുത്ത നോഡിലിരിക്കുന്ന അഡ്രസ്സാണ്. അഡ്രസ്സിനെ റെപ്രസെന്റ് പോയിന്റർ ആണ് നെക്സ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എനിക്കൊരു സ്റ്റാക്ക് ഉണ്ട്. ഈ സ്റ്റാക്കിനകത്തെ വാല്യൂസ് എനിക്ക് റെപ്രസെന്റ് ചെയ്യണമെങ്കിൽ സപ്പോസ് എന്റെ വാല്യൂസ് എന്ന് പറയുന്നത് 3, 8, 7, 6, 9 എന്നാണെന്ന് ഇരിക്കട്ടെ. എനിക്ക് ഈ സ്റ്റാക്കിനകത്ത് സ്റ്റോർ ചെയ്യുന്ന വാല്യൂസ് 3, 8, 7, 9, 6, 7, 6, 9 ആണെന്ന് ഇരിക്കട്ടെ. എങ്ങനെ സ്റ്റോർ ചെയ്യാം? ആദ്യത്തെ നോഡ് 3 ഇത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഫസ്റ്റ് നോഡ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏതൊരു ലിങ്ക്ഡ് ലിസ്റ്റിന്റെയും ആദ്യത്തെ നോഡിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഹെഡർ നോഡ് എന്നാണ് വിളിക്കുന്നത് അല്ലെ. ഈ ഹെഡർ നോഡ് തന്നെയാണ് എന്ത്? ടോപ്പ്. ഓക്കെ, ഇനി അടുത്ത നോഡ് ഇൻസേർട്ട് ചെയ്യുന്നത് എപ്പോഴും എവിടെയാണ്? നമുക്ക് പഠിച്ചല്ലോ ലിങ്ക്ഡ് ലിസ്റ്റിനെ നമുക്ക് എവിടെയൊക്കെ ഇൻസേർഷൻ നടത്താൻ പറ്റും? വി ക്യാൻ ഡു ദ ഇൻസേർഷൻ അറ്റ് ദ ബിഗിനിങ് ഓഫ് എ ലിങ്ക്ഡ് ലിസ്റ്റ് അല്ലെ. ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യാം, ലിങ്ക്ഡ് ലിസ്റ്റിന്റെ എൻഡിൽ ഇൻസേർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ലിങ്ക്ഡ് ലിസ്റ്റിന്റെ ഇടയ്ക്ക് ഏതെങ്കിലും സ്ഥലത്ത് നമുക്ക് ഇൻസേർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു കീ ഉപയോഗിച്ചോ അല്ലെങ്കിൽ അതായത് അവിടെ സ്റ്റോർ ചെയ്ത വാല്യൂ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ടോ ഒക്കെ നമുക്ക് ആ ലിങ്ക്ഡ് ലിസ്റ്റിനകത്ത് നമുക്ക് ഇൻസേർഷൻ നടത്താം. പക്ഷെ ഏറ്റവും എഫിഷ്യന്റ് ആയിട്ട് ഇൻസേർഷൻ നടത്തുന്നത് അല്ലെങ്കിൽ ഏറ്റവും ഫാസ്റ്റ് ആയിട്ട് ഇൻസേർഷൻ നടത്തുന്നത് എവിടെ വെച്ചായിരിക്കും? ഏറ്റവും ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് അല്ലെ. കാരണം എന്താ? നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇതിനു മുമ്പ് തന്നെ. നമ്മൾ മൂവ് ചെയ്ത് എൻഡിൽ ഇൻസേർട്ട് ചെയ്യാൻ പോയാൽ അത്രയും സമയം നഷ്ടപ്പെട്ടു പോകും. ലാസ്റ്റ് പൊസിഷൻ കണ്ടുപിടിക്കണം. അപ്പൊ എപ്പോഴും ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുമ്പിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ആയിട്ട് പുതിയ നോഡ് ഇൻസേർട്ട് ചെയ്യാം. സോ അതിന് എത്രേ എടുക്കത്തുള്ളൂ? ബിഗ് ഓഫ് 1 അല്ലെ. ഒരു കോൺസ്റ്റന്റ് ടൈം എടുത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻസേർഷൻ പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ എന്താണ്? ഈ ഹെഡർ നോഡിന്റെ മുൻപിലേക്കായിരിക്കും നമ്മൾ ഇൻസേർഷൻ നടത്തുക. അപ്പൊ പുതിയ നോഡ് എനിക്ക് പുതിയ 8 ആഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഈ 8 എന്ന് പറയുന്ന നോഡ് ഞാൻ ആഡ് ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ഈ 8ന്റെ ലിങ്ക് ഞാൻ എങ്ങോട്ട് കൊടുക്കും? പഴയ ഹെഡറിലേക്ക് കൊടുക്കും. ഓക്കെ, എന്നിട്ട് ഈ ഹെഡർ ആരാ? ഇനിമോൽ ആരാ ഹെഡർ? പുതിയ ആളാണ് ഹെഡർ. അപ്പൊ ഹെഡർ എപ്പോഴും റെപ്രസെന്റ് ചെയ്യുന്നത് എന്തിനെയാണ്? ടോപ്പിനെയാണ് റെപ്രസെന്റ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റ് അതിനെ ഹെഡർ എന്ന് പറഞ്ഞ പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് എന്ന് പേര് വേണമെങ്കിലും കൊടുക്കാം. ഒരു പോയിന്റർ ആയിട്ട് യൂസ് ചെയ്താൽ മതി. അപ്പൊ എങ്ങനെയായിരിക്കും ഇതിന്റെ ഈ ഒരു സ്റ്റെപ്പ് എഴുതുന്നത്? എങ്ങനെയായിരിക്കും? ഇതാണ് നമ്മുടെ ഹെഡർ നോഡ് അല്ലെ. പുതിയ ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന നോഡിനെ PTR എന്ന് വിളിച്ചാൽ ഞാൻ PTR ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
PTR എന്ന് പറയുന്ന നോഡ് അല്ലെ, ഒരു PTR പോയിന്റർ ആണ്, ഇതിന്റെ അഡ്രസ്സിനെ റെപ്രസെന്റ്, അല്ലെങ്കിൽ നിങ്ങൾ എക്സാമ്പിൾ പറയാൻ നോഡ് എന്ന് വിളിച്ചിരിക്കട്ടെ, ന്യൂ നോഡ് എന്ന് നമുക്ക് വിളിക്കാം, കുറച്ചുകൂടി ഈസി ആയിട്ട് മനസ്സിലാകാൻ നമുക്കിനെ ന്യൂ നോഡ് എന്ന് വിളിക്കാം. ഓക്കെ, ന്യൂ നോഡ്. ഓക്കെ, ഈ ന്യൂ നോഡിനെ എനിക്ക് എന്ത് ചെയ്യണം, ലിങ്ക് ലിസ്റ്റിന്റെ ഫ്രണ്ടിൽ ഇൻസേർട്ട് ചെയ്യണം, എന്നാലേ എനിക്ക് എന്താകത്തുള്ളൂ, സ്റ്റാക്കിൽ ഇൻസേർഷൻ നടക്കത്തുള്ളൂ. ഏറ്റവും ഫാസ്റ്റ് ആയ ഇൻസേർഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. ന്യൂ നോഡിന്റെ എന്താണ്, ന്യൂ നോഡിന്റെ ഡാറ്റയ്ക്കകത്തേക്ക് ഞാൻ എന്ത് വെച്ചു, എന്റെ ഡാറ്റയായ എക്സ് വെച്ചു. എക്സിന്റെ വാല്യൂ 8 ആണെങ്കിൽ ആ 8 പോയി അവിടെ സ്റ്റോർ ആവും. ഇനി എന്ത് ചെയ്യും, ഈ ന്യൂ നോഡിന്റെ ലിങ്ക് എങ്ങോട്ട് പോകണം, ഇപ്പോഴത്തെ ഹെഡറിലേക്ക് പോകണം അല്ലെ. അപ്പൊ എന്ത് ചെയ്യും, ന്യൂ അണ്ടർസ്കോർ നോഡ്, ഞാൻ കൊടുത്ത പേര് ന്യൂ അണ്ടർസ്കോർ നോഡ് എന്നാണ്. ന്യൂ നോഡ് ന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത്, ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ആരാ, ഇപ്പോഴത്തെ ഹെഡർ ആണ്. അപ്പൊ എന്ത് ചെയ്യാം, ഞാൻ എളുപ്പം പ്രോഗ്രാമിംഗ് ആസ്പെക്റ്റിൽ നമ്മൾ ഹെഡർ എന്ന് എപ്പോഴും എഴുതുന്നത്, മിക്കവാറും എല്ലാ വേരിയബിൾസും നമ്മൾ ലോവർ കേസിലാണ് എഴുതുന്നത്. അതുകൊണ്ട് ഞാൻ ഇതും ലോവർ കേസിൽ തന്നെ എഴുതുകയാണ്, HEADR ഹെഡർ, ലോവർ കേസിൽ തന്നെ റെപ്രസെന്റ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ നോഡ് ന്യൂ അണ്ടർസ്കോർ നോഡ് ആരോ നെക്സ്റ്റ് ഈസ് ഈക്വൽ ടു ഹെഡർ. അപ്പൊ എന്താ സംഭവിക്കുന്നത്, ഹെഡറിലേക്ക് എന്ത് ചെയ്തു, ഇപ്പൊ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ന്യൂ അണ്ടർസ്കോർ നോഡ് എന്ന് വിളിക്കുന്ന പുതിയ നോഡ് എന്റെ ലിങ്ക് പാർട്ട് പോയി കണക്ട് ആയി. അപ്പൊ ഇതേണ്ട ഒരു ലിങ്ക് അങ്ങോട്ടേക്ക് സെറ്റ് ആയി. ഇനി എന്ത് ചെയ്യണം, ഇത് ഒറ്റ നോഡേ ഉള്ളായിരുന്നു അല്ലെ. ഇനി എന്ത് ചെയ്യണം, ഇനി എന്താ ചെയ്യണ്ടേ, ഇനി മുതൽ ഇയാണ് ഫസ്റ്റ് നോഡ് ടോപ്പ് എന്നല്ല. അതുകൊണ്ട് എന്ത് ചെയ്യണം, നമ്മുടെ ന്യൂ നോഡാണ് ഇനി മുതൽ ഹെഡർ നോഡ്. അപ്പൊ എന്ത് ചെയ്യാം, ഇനി അയാളെ ഇനി മുതൽ ഹെഡർ എന്ന് വിളിക്കണം അല്ലെ. അപ്പൊ എങ്ങനെ വിളിക്കാം, ഹെഡർ ഈസ് ഈക്വൽ ടു ന്യൂ നോഡ്. ഇനി മുതൽ നമ്മളെ ന്യൂ നോഡ് എന്ന് വിളിക്കുന്ന ആൾ എന്തായിട്ട് അറിയപ്പെടും, അയാള് ഇനി ഹെഡർ എന്നറിയപ്പെടും. അപ്പൊ നമുക്കിനി 7 പുതിയതായിട്ട് ഇൻസേർട്ട് ചെയ്യണേ എന്ത് ചെയ്യും, നമ്മൾ അടുത്ത നോഡ് കൊണ്ടുവരുന്നത് എവിടെയാ, ഈ ഹെഡറിന് മുമ്പിലേക്കാണ്. അയാളാണ് ഈ ന്യൂ നോഡ് അല്ലെ 7. ആ ന്യൂ നോഡിന്റെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏതാണ്, ഈ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ, ഇപ്പോഴത്തെ ഹെഡറിലേക്ക് കണക്ട് ചെയ്യും. ശരിയല്ലേ. ഇനി മുതൽ ആരാണ് ന്യൂ നോഡ്, നമ്മുടെ ഹെഡർ ആണ്. സോറി, ഇനി മുതൽ ഹെഡർ ആരാണ്, ഇപ്പോഴത്തെ ന്യൂ നോഡാണ്, നമ്മളിപ്പോ ക്രിയേറ്റ് ചെയ്ത ന്യൂ നോഡാണ് ഇനി മുതൽ ഹെഡർ. അപ്പൊ ഇയാൾ ഇവിടുന്ന് പോയി, പകരം എന്ത് വന്നു, ഇത് ഈ ഹെഡർ. ഈ ഹെഡർ തന്നെയാണ് നമ്മൾ എന്താ പറയുക, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ടോപ്പ് എന്ന് പറഞ്ഞാൽ അല്ലെ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓൾട്ടർനേറ്റീവ്ലി ഈ ഹെഡർ എന്ന് പറയുന്ന വേർഡ് മാറ്റിയിട്ട് ടോപ്പ് എന്ന് യൂസ് ചെയ്യാം. രണ്ടും സെയിം തന്നെയാണ്. ലിങ്ക് ലിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ അതിന് ഹെഡർ എന്ന പേര് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്ത് പറയുന്നത്. ആക്ച്വലി ഇത് തന്നെയാണ് നമ്മുടെ ടോപ്പ്. ഓക്കെ, അപ്പൊ ഞാൻ അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും, 6 ഇൻസേർട്ട് ചെയ്യണമെന്ന് ഇരിക്കട്ടെ, ഞാൻ ഇതുപോലെ ഫ്രണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വേണ്ട ഇൻസേർഷൻ ഓപ്പറേഷൻസ് എല്ലാം നടത്തുന്നത് എവിടെയാണ്, ഫ്രണ്ടിലേക്ക് ഇൻസേർട്ട് ചെയ്ത് പോവാണ് അല്ലെ. അപ്പൊ എന്താ ഗുണം, ഫാസ്റ്റർ ഇൻസേർഷൻ ആണ്. സോ വാട്ട് ഈസ് ദ ടൈം കോംപ്ലക്സിറ്റി ഫോർ ഇൻസേർട്ടിംഗ് എ ന്യൂ ഐറ്റം ഇൻ എ ലിങ്ക് ലിസ്റ്റ്, in a stack? It is big O of 1. Very important question. You can expect this question. It was a previous question. The time complexity of inserting an item at the top position of the stack is big O of 1. അതുപോലെ വേറെ ചോദിച്ചിട്ടുണ്ട്, ഏത് ഓപ്പറേഷൻ നടത്തുന്നതിന്, താഴെ പറയുന്നതിൽ ഏത് ഓപ്പറേഷൻ നടത്തുന്നതിലാണ് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നത്. സ്റ്റാക്കിനകത്തുള്ള ഇൻസേർഷനും ഡിലീഷനുമാണ് കോൺസ്റ്റന്റ് ടൈം എടുക്കുന്നത്. ഓക്കെ, ഇനി ഇതിന്റെ തന്നെ അറേ ഇംപ്ലിമെന്റേഷൻ ആണ്. അറേ ഇംപ്ലിമെന്റേഷൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം അല്ലെങ്കിൽ വളരെ കൺഫ്യൂസിംഗ് ആയുള്ള കാര്യങ്ങളൊന്നും അല്ല. പക്ഷെ അവിടെ ഏറ്റവും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇഫ് ആൻ അറേ ഈസ്, വാട്ട് ഈസ് ദ കണ്ടീഷൻ, അത് അങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. ഇത് ഗേറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ദ കണ്ടീഷൻ when a stack is implemented using an array, what is the condition to show that the array is empty, or the stack is empty? സ്റ്റാക്ക് എം ടി ആണ് എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന കണ്ടീഷൻ ഏതാണ്? നമുക്കറിയാം, അറേ എന്ന് പറയുന്നത് നമ്മൾ എല്ലാവരും പഠിച്ചിട്ടുണ്ട്. അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എത്രയാ, 0, then 1, then 2, then 3, then 4, then 5, then 6 അല്ലെ. അറേയുടെ സ്റ്റാർട്ടിംഗ് ഇൻഡെക്സ് എപ്പോഴും തുടങ്ങുന്നത് 0-ലാണ്. C++, ജാവ പോലെയുള്ള കൺവെൻഷണൽ പ്രോഗ്രാമിംഗ് ലാംഗ്വേജുകൾ, പൈത്തൺ പോലുള്ള ലാംഗ്വേജുകളിലെല്ലാം അറേ ഇൻഡെക്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 0-ലാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഇത് 0 എന്ന് വിളിക്കുന്ന അറേ ഇൻഡെക്സിനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ എന്റെ ടോപ്പ് ആണല്ലോ അറേയിലെ അല്ലെങ്കിൽ സ്റ്റാക്കിലെ ലാസ്റ്റ് പൊസിഷനെ റെപ്രസെന്റ് ചെയ്യുന്ന വേരിയബിൾ ആണ് ടോപ്പ്. ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും അറേ എം ടി ആണെങ്കിൽ, അല്ലെങ്കിൽ സ്റ്റാക്ക് എം ടി ആണെങ്കിൽ? ടോപ്പിന്റെ വാല്യൂ 0 ആയിരിക്കും, ആണോ? അല്ല, ടോപ്പിന്റെ വാല്യൂ 0 ആണെന്ന് പറഞ്ഞാൽ ടോപ്പ് ഇവിടെ നിൽക്കും. ടോപ്പ് ഇവിടെ നിൽക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വാല്യൂ ഉണ്ടാവും എന്ന് അർത്ഥം. അപ്പൊ ഒരു വാല്യൂ ഉണ്ടാവും അല്ലെ.
അപ്പൊ അത് പറ്റത്തില്ല. ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കണം? ടോപ്പ് ഈസ് ഈക്വൽ ടു -1 implies when the stack is empty. ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാക്ക് എം ടി ആണെങ്കിൽ എന്തായിരിക്കും ടോപ്പിന്റെ വാല്യൂ? സ്റ്റാക്ക് എം ടി ആണെങ്കിൽ ടോപ്പിന്റെ വാല്യൂ -1 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ സ്റ്റാക്ക് ഫുൾ ആണെങ്കിലോ, അതായത് സ്റ്റാക്കിനകത്ത് എല്ലാ പൊസിഷനിലും എലമെന്റ്സ് ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ടോപ്പ് എവിടെയാ? ടോപ്പ് ഇവിടെയാണ് നിൽക്കുന്നത് അല്ലെ? ടോപ്പ് ഈ പൊസിഷനാണ്. 0 1 2 3 4 5 6 എത്ര വാല്യൂസ് ഉണ്ട്? 2 4 7 സൈസ് ഉണ്ട്. സൈസ് 7 ആണ്, പക്ഷെ എത്രയാ ടോപ്പ് വന്നിരിക്കുന്നത്? ടോപ്പ് 6ലാണ് വന്നത്. അപ്പൊ ടോപ്പ് എത്രയായിരിക്കും? ടോപ്പ് ഈസ് ഈക്വൽ ടു സൈസ് -1. ടോപ്പ് ഈസ് ഈക്വൽ ടു സൈസ് -1 അല്ലെ? ടോപ്പ് ഈസ് ഈക്വൽ ടു സൈസ് -1. എപ്പോഴാ സൈസ് -1 ആകുന്നത്? ഇവിടെ ആകുന്നത് when stock is full. Okay, ഇതാണ് സ്റ്റാക്കിന്റെ അറേ ഇംപ്ലിമെന്റേഷനിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം പഠിക്കേണ്ടത്. അറേ ഇംപ്ലിമെന്റേഷനിൽ ടോപ്പിന്റെ വാല്യൂ എത്രയായിരിക്കും? when the stack is empty, what will be the value of top? ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇത് 2018 ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഈ കിടക്കുന്നത്. കൺസിഡർ ദ ഫോളോയിങ് ഓപ്പറേഷൻസ് പെർഫോംഡ് ഓൺ ദ സ്റ്റാക്ക് ഓഫ് സൈസ് 5. സ്റ്റാക്കിന്റെ സൈസ് 5 ആണ്. അതായത് മാക്സിമം അതിനകത്ത് എന്താ? സ്റ്റാക്ക് അറേ ഉപയോഗിച്ചാണ് ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഈ സ്റ്റാക്കിനകത്ത് 5 എലമെന്റ് വരെ മാക്സിമം സ്റ്റോർ ചെയ്യാൻ പറ്റും. ആദ്യം കണ്ടോ, ഒരു പുഷ് ചെയ്തു. നമുക്ക് ഇതങ്ങ് എഴുതി പോകാം. ഇവിടെ ഇവർ ഒരു 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. സ്റ്റാക്ക് ഓപ്പറേഷൻസ് ആർ പെർഫോം സ്മൂത്ത്ലി, ദാറ്റ് മീൻസ് there is no error. ഓവർഫ്ലോ ഒക്കേഴ്സ്, ദാറ്റ് മീൻസ് 5നേക്കാൾ പുറത്തേക്ക് പോകും എന്നുള്ളതാണ് രണ്ടാമത്. അണ്ടർഫ്ലോ ഒക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാക്ക് എം ടി ആയി പോകും, താഴേക്ക് പോകും. ഇതിലെല്ലാം സംഭവിക്കുമെന്നാണ് ഓൾ ഓഫ് ദ എബോ എന്ന് പറയുന്ന 4ാമത്തെ ഓപ്ഷൻ കൊണ്ട് അവർ പറയുന്നത്. നമുക്ക് നോക്കാം. ഞാനൊരു സ്റ്റാക്ക് അറേ ഇംപ്ലിമെന്റേഷൻ ആണ്. കാരണം എന്തായിരിക്കും? ഞാൻ എന്തുകൊണ്ടായിരിക്കും അറേ ഇംപ്ലിമെന്റേഷൻ ആണെന്ന് പറഞ്ഞത്? പറയാൻ കാരണം ഇതിനകത്ത് നമ്മൾ സൈസ് പറഞ്ഞിട്ടുണ്ട്. സൈസ് എപ്പോഴും നമ്മൾ അറേയുടെ കേസിലാണ് അല്ലെ, സ്റ്റാറ്റിക് ഇംപ്ലിമെന്റേഷനിലാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആദ്യം പുഷ് എ ചെയ്തു. ഞാനപ്പം എ എന്ന് പറയുന്ന പൊസിഷനിലേക്ക് പുഷ് ചെയ്തു. എന്റെ ടോപ്പ് ഇതാണ്, അതായത് 0th ഇൻഡെക്സ് അല്ലെ. അത് കഴിഞ്ഞ് നോക്കിയേ, പോപ്പ് എന്ന് പറഞ്ഞു. പോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആ പൊസിഷനിക്കുന്ന വാല്യൂ നമ്മൾ റിട്രീവ് ചെയ്യാണ്. അപ്പൊ എ ഡിലീറ്റ് ആയി, ടോപ്പും തിരിച്ച് എങ്ങോട്ട് വന്നു? സ്റ്റാക്ക് വീണ്ടും എം ടി ആയില്ലേ, ടോപ്പ് വീണ്ടും -1 ആയി അല്ലെ. ഇനിഷ്യലി ടോപ്പ് -1 ആയിരുന്നു. നമ്മളൊരു പുതിയ എ പുഷ് ചെയ്തപ്പോൾ ടോപ്പ് മേളിലേക്ക് 0യിലേക്ക് വന്ന് അവിടെ എന്ത് ചെയ്തു? പുതിയൊരു വാല്യൂ ഇൻസേർട്ട് ആയി. ദെൻ പോപ്പ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അപ്പൊ നമ്മളെ പുഷും ചെയ്തു, പോപ്പും ചെയ്തു. വീണ്ടും കണ്ടോ, പുഷ് ബി. അപ്പൊ എന്ത് ചെയ്തു? ബി പുഷ് ചെയ്തു. അപ്പൊ എന്താ? ഇതാണ് ഇപ്പോഴത്തെ ടോപ്പ് അല്ലെ. അപ്പൊ ബി പുഷ് ചെയ്തു. ദെൻ അവര് വീണ്ടും എന്ത് ചെയ്തു? സി പുഷ് ചെയ്തു, പുഷ് സി. അപ്പൊ എന്ത് ചെയ്തു? അടുത്ത ഇൻഡെക്സിലേക്ക് ടോപ്പ് കയറി വന്നിട്ട് എന്ത് ചെയ്യും? ടോപ്പ് ഇവിടെ വരും. എന്നിട്ട് എന്താവും? ഇവിടെ സി പുഷായി. ഓക്കെ, ദെൻ അവർ എന്ത് ചെയ്തോ? പോപ്പ് ചെയ്തു. പോപ്പ് ചെയ്യുമ്പോൾ ഏതായിരിക്കും പോപ്പ് ചെയ്യുന്നത്? ഇപ്പോൾ ഏതാണോ ടോപ്പിലിരിക്കുന്നത് ആ വാല്യൂ ആയിരിക്കും പോപ്പ് ആകുന്നത്. അവിടെ നിന്ന് റിമൂവ് ആകുക അല്ലെ. അപ്പൊ എന്ത് ചെയ്തു? ടോപ്പ് ഒന്ന് താഴേക്ക് ഇറങ്ങി, ഇത് ഇവിടെ വന്നു. വീണ്ടും പഴയ പൊസിഷനിൽ ടോപ്പ് വന്നു. എവിടെ? പഴയ പൊസിഷൻ 0 അപ്പൊ ഈ പോപ്പും കഴിഞ്ഞു. വീണ്ടും കണ്ടോ, പുഷ് ഡി പുഷ് ചെയ്യാണ്. വീണ്ടും ടോപ്പ് മേളിലേക്ക് കയറും. എന്ത് ചെയ്തു? ഇവിടെ ടോപ്പ് ഇവിടെ വന്നു. ടോപ്പിലേക്ക് നമ്മൾ എന്ത് ചെയ്തു? ഡി പുഷ് ചെയ്തു അല്ലെ. അപ്പം ഡി ആണ് പുഷ്. കണ്ടോ, വീണ്ടും ഒരു പോപ്പ് ചെയ്യുവാണ്. പോപ്പ് ചെയ്തപ്പോ എന്ത് ചെയ്തു? ഈ ഡി ഇവിടുന്ന് പോയി, ടോപ്പ് വീണ്ടും എവിടേക്ക് വന്ന് പോയി? പഴയ സ്ഥലത്ത് തന്നെ ടോപ്പ് 0യിലേക്ക് തന്നെ വീണ്ടും ഇറങ്ങി അല്ലെ. ഇനി നോക്കിയേ, ഇപ്പൊ നമ്മൾ പോപ്പ് ചെയ്തു അല്ലെ. ഇനി നോക്കിയേ, വീണ്ടും പുഷ് ഇ. അപ്പൊ എന്ത് ചെയ്തു? ഈ പുഷായി. ടോപ്പ് എങ്ങോട്ട് പോയി? ടോപ്പ് നേരെ തൊട്ട് മേളിലേക്ക് പോയി അല്ലെ. പുഷ് ചെയ്തു. അപ്പൊ എന്താ സംഭവിച്ചത്? വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റി. കുറെയൊക്കെ ഡിലീറ്റ് ചെയ്തു, കുറെയൊക്കെ ഇൻസേർട്ട് ചെയ്തു. പക്ഷെ ഓവർഫ്ലോയും ഉണ്ടായില്ല. എന്തുകൊണ്ടായില്ല? എം ജിയും ആയില്ല, അണ്ടർഫ്ലോയും ഉണ്ടായില്ല അല്ലെ. അപ്പൊ എന്തായിരിക്കും? സ്റ്റാക്ക് ഓപ്പറേഷൻസ് ക്യാൻ ബി പെർഫോംഡ് സ്മൂത്ത്ലി അല്ലെ. ക്ലിയർ അല്ലേ? നമുക്ക് ഇതിനകത്ത് പുഷ് ചെയ്യാനും പറ്റി, പോപ്പ് ചെയ്യാനും പറ്റി. പക്ഷെ നമുക്ക് എന്തുണ്ടായില്ല? സ്റ്റാക്ക് ഓവർഫ്ലോ ആയില്ല. സ്റ്റാക്ക് ഒരിക്കലും എം ജിയും ആയില്ല. അപ്പം ബിയും സിയും വരത്തില്ല. നമുക്ക് എല്ലാ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റി അല്ലെ. അതുകൊണ്ട് ഇതാണ് അവസാന സമയത്ത് ബിയും ഇയും ആണ് സ്റ്റാക്കിന്റെ സ്റ്റാറ്റസ്.